അവിടെയാണ് ആളുകളുടെ ശ്രദ്ധ ബിനീഷ് കോടിയേരിയിലേക്ക് പോകുന്നത്. എന്തുകൊണ്ടെന്നാൽ ഇതുവരെ വലിയ കുഴപ്പമൊന്നുമില്ലാതെ പോയിക്കൊണ്ടിരുന്ന വീണ തൈക്കണ്ടി അഥവാ വീണ വിജയൻ എങ്ങനെയാണ് പെട്ടെന്ന് ഊരാ കുടുക്കിലേക്ക് ചെന്ന് ചാടിയത് എന്ന് ആലോചിക്കുമ്പോഴാണ് ഈ വിവരങ്ങളൊക്കെ ബിനീഷ് കോടിയേരിയാണോ ഷോൺ ജോർജിന് ചോർത്തിക്കൊടുത്തത് എന്ന സംശയത്തിലേക്ക് വരുന്നത്. അപ്പോൾ ചിലരെങ്കിലും ചിന്തിക്കും, കോടിയേരിയുടെ മകന് എന്തിനാണ് പിണറായി വിജയൻ്റെ മകളോട് വൈരാഗ്യം തോന്നേണ്ട കാര്യം, പക തോന്നേണ്ട കാര്യം? ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കും. കോടിയേരി ബാലകൃഷ്ണൻ മരിച്ചു കഴിഞ്ഞു എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അതിനു മുമ്പേ തന്നെ കോടിയേരി ബാലകൃഷ്ണൻ്റെ രണ്ടാമത്തെ മകനായ ബിനീഷ് കോടിയേരി 1 വർഷത്തോളം ജയിലിൽ കിടന്നതാണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ വേറെ ചില കേസുകളാണ്. പക്ഷേ ആ കേസുകളിൽ പിണറായി വിജയൻ്റെയോ അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ കൂട്ടത്തിലുള്ളവരുടെയോ വലിയ സഹായമൊന്നും ബിനീഷ് കോടിയേരിക്കോ കിട്ടിയില്ല എന്നൊരു പരാതി അവർക്ക് ഇതിനകം തന്നെ ഉണ്ട്. CPM-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുഖ്യമന്ത്രിയേക്കാൾ വലിയ സ്ഥാനമാണ് സംസ്ഥാന സെക്രട്ടറി. ആ സംസ്ഥാന സെക്രട്ടറിയുടെ മകന് പോലും ജയിലിൽ കിടക്കേണ്ടി വന്നത് ശരിക്കും അവർക്കൊരു വീഴ്ച തന്നെയായിരുന്നു.